മുമ്പ് പലപ്പോഴും കാണാത്ത പോലെ ബി.ജെ.പി എന്നൊരു പാർട്ടിക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കുന്നു. പണ്ടൊരു കോമാളി പാർട്ടി എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് ശക്തമായിട്ട് ഒരു എതിര് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ആളുകൾ ചിന്തിക്കുന്ന പോലെ ഇങ്ങനൊരു പാർട്ടി ഉണ്ടല്ലോ നമുക്ക് എതിരെന്ന് ചിന്തിക്കുന്ന പോലെയോ ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ വളർന്നു വരുന്നു. എന്തായിരിക്കും ബി.ജെ.പിയുടെ മൊത്തത്തിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടുകളും അവരുണ്ടാക്കാൻ പോകുന്ന ഓളവും? എനിക്കത് എപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റിയും കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പോയ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ നാളെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കഴക്കൂട്ടവും ചാത്തന്നൂരും പോലുള്ള മണ്ഡലങ്ങളില്ലേ, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ കിടക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അത് ബി.ജെ.പിക്ക് ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോഴും ബി.ജെ.പിക്ക് ഒരു എഡ്ജ് ഉള്ളതായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ചാത്തന്നൂർ ഒരു ബി.ജെ.പി തരംഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ആരോട് സംസാരിച്ചാലും ബി.ജെ.പി വരട്ടെ, ഒരു മാറ്റം വരട്ടെ, നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആൾക്കാരുടെ റെസ്പോൺസ് ആണ് ഈ ചാത്തന്നൂർ നിന്ന് കിട്ടിയത്. കഴക്കൂട്ടത്ത് ഇതുപോലെ തന്നെ, കഴക്കൂട്ടത്ത് കടകംപള്ളിക്കൊക്കെ എതിരെ ശബരിമല വിഷയവും അവിടെ ശരിക്കും യു.ഡി.എഫ് സ്ഥാനാർത്ഥി അത്ര ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഇല്ലെന്ന് അവിടെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഏറ്റവും ഭയങ്കരമായി ശ്രമിച്ചാൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. പക്ഷെ അയാൾ ചിത്രത്തിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. വി മുരളീധരനാണ് അവിടെ ഒരു എഡ്ജ് നിൽക്കുന്ന ഒരു സംഭവം ഉള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്നുള്ളൊരു സംഭവം നടക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്താ അത്ഭുതം സംഭവിക്കുമ്പോൾ അതൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും സംഭവിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ ഈ രണ്ടും കഴക്കൂട്ടവും എനിക്ക് തോന്നുന്നു നേമത്തും പാലക്കാടും ഒക്കെ ഇവർ സാധ്യതകൾ പറയുന്നുണ്ടെങ്കിൽ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, ശോഭാ സുരേന്ദ്രൻ ജയിക്കും, ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അത് അത്ര എളുപ്പമല്ല. അത് ഒരുപക്ഷെ നടന്നേക്കാം, നടക്കാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതൽ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പം പക്ഷെ ഈ കഴക്കൂട്ടം ഇങ്ങനത്തെ ഒരു പ്രദേശം നിൽക്കുന്നു. ചാത്തന്നൂര് രണ്ട് സ്ഥാനാർത്ഥികൾ പുറത്തുനിന്നുള്ളവരാണ്. അപ്പം ഈ ഗോപകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ നാട്ടുകാരനൊരു വോട്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പ്രചരണം നടത്തുന്നത് തന്നെ. പിന്നെ ഈ അവിടെ നമ്മൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റി പോകുന്ന കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ശബരിമല വിവാദം ആൾക്കാർ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പറയത്തില്ല. പക്ഷെ ഈ ശബരിമല വിവാദം എന്നുള്ളത് ആൾക്കാരുടെ ഒരു മുറിവായിട്ട് പല ആൾക്കാരിലും കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ പ്രദേശത്തും ഇതേമാതിരി പക്ഷെ നമുക്ക് ഉള്ളത് 3 ഈഴവ സ്ഥാനാർത്ഥികളാണ്. 3 ഈഴവ സ്ഥാനാർത്ഥികളിലേക്ക് നായർ ഈഴവ വോട്ടുകൾ സ്പ്ലിറ്റായി പോവുകയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ അവിടെ വളരെ നിർണായകമാവുകയും അത് ആർക്കൊപ്പം നിൽക്കുന്നോ അവർക്ക് ഒരു മുൻകൈ നേടുകയും അവർ ഭൂരിപക്ഷത്തിലേക്ക് വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ മഞ്ചേശ്വരം പിന്നെ അതും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എപ്പോഴും വളരെ ചെറിയ വോട്ടുകൾക്ക് ഈ സുരേന്ദ്രൻ ഒരു പക്ഷേ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ 5 മണ്ഡലങ്ങളിലാണ് ബി.ജെ.പിക്ക് സാധ്യത കൂടുതലുള്ളത്. കാരണം നേമം, പാലക്കാട്, കഴക്കൂട്ടം, ചാത്തന്നൂര്, മഞ്ചേശ്വരം. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധ്യതകളിൽ കൂടുതലുള്ള ചാത്തന്നൂരും കഴക്കൂട്ടമാണ്. എനിക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നമ്മൾ നോക്കുന്നത് മഞ്ചേശ്വരവും നേമവും പാലക്കാടിനേക്കാളും സാധ്യതയുള്ളത്. കാരണം ത്രികോണ മത്സരം അത്രമായിട്ട് ശക്തമല്ല എന്ന് നമുക്ക് തോന്നും പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ. ഒരു ഗ്രൗണ്ട് പൾച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ അല്ല എന്ന് തോന്നും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിജയ സാധ്യത. പക്ഷെ അക്കൗണ്ടുകൾ തുറക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ബി.ജെ.പി അക്കൗണ്ട് തുറക്കും എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഈ ഇലക്ഷനിൽ അത് നടന്നില്ലെന്ന് വരും. കാരണം ഇതാണ് ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കേരളത്തിൽ ഒന്നാകെ നടക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരികയാണെങ്കിൽ ഈ അക്കൗണ്ടുകളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഈ താമര വിരിയും എന്നുള്ള സ്വപ്നം നടന്നു എന്ന് വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ്. അമൃതയ്ക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത് 10 വർഷമായിട്ട് LDF ആണ് നമ്മള് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. 10 വർഷമായിട്ട്. പിന്നെ വേറെ എന്താ വിഷയം എന്ന് പറഞ്ഞാല് ഈ LDFന്റെ അത്ര ശക്തനായ എതിരാളിയല്ല UDF എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിലുണ്ട്. അതിന് ഇവർ ബദലായിട്ട് വെക്കുന്നത് BJP-നെയാണ്. BJP നമുക്ക് തന്നെ അറിയാം, ഇവർ ഇവർ പ്രത്യയശാസ്ത്രപരമായിട്ട് വളരെ വ്യത്യസ്തരായിട്ടുള്ള 2 മുന്നണികളാണ്. UDF അത്രത്തോളം എതിരാളികളല്ല. അതുകൊണ്ട് തന്നെ UDF-നേക്കാൾ നല്ലത് BJP ആണെന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു 2014 ശേഷം നമ്മൾ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് അറിയാം കൃത്യമായിട്ടുള്ള വർധനവ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്.
അവരിവിടെ ചരിത്രം രചിച്ചു കഴിഞ്ഞു. അതിനി ആവർത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടെ തന്നെയാണ് ഇവർ ഈ വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ അവരുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ളത് BJP. പിന്നെ അവര് വന്നു, പ്രധാനമന്ത്രി 2 തവണ കേരളത്തിൽ സന്ദർശിച്ചു, ദേശീയ നേതാക്കളൊക്കെ വന്നു, വിവാദ പ്രതിവാദങ്ങളൊക്കെ ഇവിടെ നടന്നു. അങ്ങനെ ഒരു കേരളത്തിൽ എങ്ങനെയെങ്കിലും എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ നേരത്തെ പോലെ തന്നെ ധന്യേച്ചി പറഞ്ഞ പോലെ ശബരിമല ഒരു മുറിവാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ആ വോട്ട് ഒരുപക്ഷെ തുറന്നു പറയില്ലായിരിക്കും, ഭയം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ. നമ്മളിപ്പം ഗ്രൗണ്ടിൽ പോകുമ്പോൾ പലരും രാഷ്ട്രീയം പറയുന്നത് ക്യാമറ ഓഫ് ആക്കിയിട്ടാണ്, ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് പലരും സംസാരിക്കുന്നത്. ക്യാമറയിൽ അവർ ഇന്നയാള് ജയിക്കുന്നു പറയുമെങ്കിൽ പോലും നമുക്ക് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് BJP ആ മാറ്റത്തിനൊപ്പം നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ താമര വിരിയെന്ന് എനിക്ക് തോന്നാം. ഒരു ഈ മണ്ഡലങ്ങളിൽ ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് 2016 87 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അതിന് പിന്നീട് വന്നത് 745 അത്രയും ഇതില്. അപ്പം അവർക്ക് തോന്നായിരിക്കും അത്രയും 2 തവണ പരാജയപ്പെട്ടല്ലോ, 3ാമത്തെ തവണ എന്തുകൊണ്ടൊരു മാറ്റം. ഇതേപോലെയായിരുന്നു ലോക്സഭയിൽ അവിടെ വന്നിട്ട് ആളുകൾ മുഴുവൻ പറഞ്ഞത് എന്തായിരുന്നു BJPക്ക്, ഇവര് UDF-ഉം LDF-ഉം ഭരിച്ചിട്ട് മാറ്റമൊന്നും ഇല്ലല്ലോ, അവര് വരട്ടെ. ഇതേ ചിന്ത പല നിയമസഭാ മണ്ഡലങ്ങളിലും വന്നിട്ടുണ്ട്. പിന്നെ ഈ വിജയത്തിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് നല്ല വോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതിന് 2026 ഇലക്ഷന് മാത്രം 31 നടക്കും, 36 നടക്കും, 41 നടക്കും. ഇതിലെല്ലാം കാര്യങ്ങൾ അവരിപ്പോഴേ ചെയ്യുന്നുണ്ട്, തയ്യാറായിരിക്കുകയാണ്. കാരണം ഇപ്പം 1990-കളിൽ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നിന്നുപോയൊരു BJPയുടെ ആ ഒരു സംഘടന പോലും ഈവൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ തുടർ ഭരണത്തിലേക്ക് ഇപ്പോൾ BJP മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു അക്കൗണ്ട് തുറക്കലാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിലും ഇപ്പം നമ്മൾ പറയുന്ന ഈ 2026 ഇലക്ഷൻ അല്ല നമ്മൾ കണക്ക് കൂട്ടുന്നത്. അത് ചിലപ്പോൾ 2040-കളിലോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ കേരളത്തിൽ ഒരു തുടർഭരണം BJP തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് ഇപ്പോഴത്തെ ജെൻസി കുട്ടികളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജെൻസികൾ കൂടുതലും മോദി ഫാനാണ്, അവർക്ക് മോദിയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. മോദി ഇമേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുള്ളിയുടെ ഒരു ഇമേജ്, പുള്ളി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നതൊന്നും അല്ല കുട്ടികളെ സംബന്ധിച്ച് പോപ്പുലർ ഫേസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക്. അതെ, അതുകൊണ്ട് തന്നെ മോദിക്ക് സപ്പോർട്ടേഴ്സ് കൂടുകയാണ്. പിന്നെ ഇവര് കോർപ്പറേറ്റ്സിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികളെ ബിസിനസ് ഒക്കെ കാണുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഒരു BJP സപ്പോർട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പം ഇവിടെയുള്ള പ്രധാന നേതാവ് എന്ന് പറയുന്നത് വമ്പൻ കോർപ്പറേറ്റ് ആണ്. ചന്ദ്രശേഖർജി ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളി ബിസിനസ്സിൽ പറ്റിയ പല കാര്യങ്ങളും രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ വിജയസാധ്യത നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവായിട്ട് സംസാരിക്കുമ്പോൾ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം നമ്മളോട് സംസാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ BJP എന്ന് പറഞ്ഞാൽ 3 കോർപ്പറേറ്റുകളുടെ, ഒന്ന് രാജേഷ് ചന്ദ്രശേഖർ, 2 തുഷാർ വെള്ളാപ്പള്ളി, 3 2020 നമ്മുടെ അപ്പൊ 3 കോർപ്പറേറ്റുകളാണ് ആ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരുടെ വയ്ക്കുന്ന അജണ്ട തന്നെ എന്താണ്, വികസനം. അതായത് ഞങ്ങളിവിടെ മറ്റേ വലിയ പാലങ്ങൾ ഉണ്ടാക്കിത്തരാം, മെഗാ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിത്തരാം. ശരിയാണ്, ഒരു നാടിന്റെ വികസനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഇത്തരം മെഗാ പ്രോജക്റ്റുകളൊക്കെ വളരെയധികം. പക്ഷെ കേരളത്തിന്റെ അത്തരം വികസനം മാത്രം വേവുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. കാരണം അങ്ങനെ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായിട്ട് ശബരിമല എന്ന പരിപ്പ് വേവുകയാണെങ്കിൽ അത് വേവേണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2021 ലോക്സഭ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ അതിനകത്ത് അണ്ടർപടലം പാളിപ്പോയ ഒരു BJP ആണ് നമ്മൾ കാണുന്നത്. അത് അപ്പം എന്താ സംഭവം, ഈ ആളുകളുടെ മാനസികാവസ്ഥ BJP വളരുന്നുണ്ട്, BJPയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുമ്പോഴും വിന്നബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയിലേക്ക് വരുമ്പോൾ, അതായത് ഇവർക്ക് ഭരണം കിട്ടുമോ കേരളത്തിൽ ഇവർ വന്നതുകൊണ്ട്, അങ്ങനത്തെ അത് ലോക്സഭയിൽ പിന്നെയും ഒരു പോസിബിലിറ്റിയിൽ ആൾക്കാർ ചിന്തിക്കും. അത്രയും ട്രെൻഡ് വരുമ്പോൾ പോലും സുരേഷ് ഗോപി മാത്രമാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. രാജീവ് ചന്ദ്രശേഖറും അവരെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ടൈറ്റിൽ മത്സരത്തിൽ നിൽക്കുമ്പോൾ പോലും, വി മുരളീധരൻ ടൈറ്റിൽ മത്സരത്തിലേക്ക് വന്നിരുന്നു. അപ്പോൾ പോലും വിന്നബിലിറ്റി എന്നുള്ള സ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ
ഈ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുമോ എന്നുള്ളൊരു സാധനം വരുമ്പോൾ ബി ജെ പിക്ക് ഭരണം കിട്ടില്ലല്ലോ. അങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ ഈ പ്രതിഷേധം തീർക്കാൻ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ UDF, അല്ലാതെ UDF ഇവിടെ ഒരു ഓപ്ഷനായിട്ടല്ല വരുന്നത്. പക്ഷേ ഇതിലേതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദേഷ്യമുണ്ട്, ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇവരിൽ ആര് തീരുമാനിക്കും എന്നുള്ള. പക്ഷെ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഇതൊരു മൂന്നാം മുന്നണിയായിട്ട് ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളതാണ്. പ്രസക്തി ഇല്ലായിരുന്നു, മൂന്നാം മുന്നണി ഒരു പ്രസക്തിയില് കേരളം വളർന്നിട്ടില്ലായിരുന്നു. ഇതല്ലെങ്കിൽ അപ്പുറം മാറി ചിന്തിക്കണ്ട. ഇപ്പൊ പക്ഷെ ഓപ്ഷൻ ഉണ്ട്, പച്ച വേണോ നീല വേണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി ഇങ്ങനെ കളറുകൾ മാറ്റിയെടുക്കാം. അപ്പൊ അവരുടെ മുന്നിൽ ഓപ്ഷൻസ് വരുന്നുണ്ടെന്നുള്ളതാണ് ആളുകൾ ഇത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ മിന്നബിലിറ്റി എന്നുള്ള സാധനത്തിലും ഭരണം കിട്ടാൻ സാധ്യതയില്ല. BJP ഇനി എത്ര ശ്രമിച്ചാലും 4 സീറ്റ് കിട്ടിയാലും ഭരണം കിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു സൈക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ BJPയുടെ സാധ്യതകൾ അടയും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്. പക്ഷെ അമൃത പറഞ്ഞതും വളരെ കൃത്യമായിട്ടുള്ള പോയിന്റാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വേണിക്കൊക്കെ ഈ സാമുദായിക നായർ ഈഴവ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് BJP ഇത്രയും കാലം വളർന്നത്. എനിക്ക് തോന്നുന്നത് വേണി സംസാരിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ധീവര സമുദായത്തിന്റെ ഉള്ളിലും അല്ലെ സമുദായങ്ങളിലേക്ക് ഗോത്ര സമുദായങ്ങൾക്കുള്ളിലേക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു വേരോടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പാർട്ടി വളരുകയാണ്. BJPയുടെ ഒരു പ്രവൃത്തി മേഖല, ഇപ്പൊ നിലനിൽക്കുന്ന പ്രവൃത്തി മേഖല എന്ന് പറഞ്ഞാൽ നല്ല കാര്യമായി അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും ഉണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന സമയത്ത് അവർ അത്രയും അധികം ഇതിൽ പ്രവർത്തിച്ചു എന്നതാണ്, അത്രയും വോട്ട് അവർക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അവരുടെ പ്രവർത്തന മേഖല. അപ്പൊ അങ്ങനെ ഇറങ്ങി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു കാലത്ത് കേരളത്തിൽ BJP അവരുടെ ഭരണം പിടിക്കുമെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ കാര്യമായിട്ട് BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിന്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. ക്രിസ്ത്യൻ വോട്ടുകളെ പിടിക്കാൻ BJPക്ക് സാധിച്ചു. അത് ഇപ്പോഴും ഉണ്ട്. എനിക്ക് കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഉൾപ്പെടെയുള്ള തിരുവല്ല മണ്ഡലമൊക്കെ അനു ആന്റണിയും ജോർജ് കുര്യനും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാര് വളരെ ശക്തമായിട്ടുള്ള അങ്ങനെ, അതും കുറച്ച് റിച്ച് ആയിട്ടുള്ള കുറച്ച് ബിസിനസ് ഇല്ലെങ്കിൽ വികസനം വേണം ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് അത് തന്നെയാണ് ബാക്കിയുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം നോക്കൂ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഒരു മതേതര ഫേസ് ഉണ്ട് എന്നൊരു സാധനം കൂടെ കുറെ ആളുകൾക്കിടയിൽ ഒരു സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശ്രീലേഖ, ഇപ്പം പത്മജ വേണുഗോപാൽ തന്നെ കോൺഗ്രസിലെ അത്രയും മുതിർന്ന ഒരു കരുണാകരന്റെ മകളായിട്ട്, അത് മാത്രമല്ല എന്താണ് കോൺഗ്രസിലെ അതീവ പ്രവൃത്തി മേഖല വളരെ പരിചിതമാക്കിയ പത്മജ വേണുഗോപാൽ ഇപ്പൊ തൃശ്ശൂര് BJP സ്ഥാനാർത്ഥിയായിട്ട് നിലനിൽക്കുക. കേട്ടിട്ടുണ്ടോ? K. കരുണാകരൻ ഇപ്പൊ തീർച്ചയായും അച്ഛൻ ആദ്യം BJPയിലേക്ക് കയറുന്നത് അച്ഛനായിരിക്കുമെന്ന്, അച്ഛൻ ഈ പാർട്ടി ആയിരിക്കും സ്വീകരിക്കുന്നതെന്ന്. ഈ ഒരു ട്രെൻഡ്, അതായത് ഈ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവർ കൃത്യമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് അങ്ങനെ ഒരു ഇതില്ല. ഇപ്പം LDFൽ നിന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ BJPയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറയല്ല. പക്ഷെ അവരുടെ ഐഡിയോളജീസ് അത്ര മാച്ചിങ് ആയിരിക്കില്ല. അതേസമയത്ത് കോൺഗ്രസിന് അത്രത്തോളം പ്രയാസമില്ല BJPയിലേക്ക് എത്താൻ. ഈ ഒരു സാധനം വോട്ടുകളിലും സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വർഷങ്ങളായിട്ട് കുത്തിയിരുന്ന പലരും ഇന്ന് BJPക്ക് കുത്തുന്നുണ്ട്. പിന്നെ ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. നമ്മൾ കേരളത്തിൽ ഇല്ല എന്ന് പറയെങ്കിൽ പോലും കേന്ദ്രത്തിൽ BJP ശക്തമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ലോക്സഭയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, തന്നെയായിരിക്കാം അവർ ചെയ്തത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവണമെങ്കിൽ അവിടെ കേന്ദ്രത്തിൽ പിടി വേണം. അതിന് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കണം എന്നൊരു സംഭവം ജനങ്ങൾക്കും ചിന്തിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യത അവർ ജയിക്കാൻ കഴിയില്ല. പക്ഷെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ചേച്ചി പറഞ്ഞതുപോലെ നഷ്ടപ്പെടാൻ മഞ്ചേശ്വരത്തൊക്കെ സംഭവം വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമായിരിക്കും ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം. പക്ഷെ ഇന്ന് ഞാൻ മറ്റൊരു ശ്രദ്ധിച്ചത് 2020 ആണെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥി കുറെ സ്ത്രീകളെ പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര കുറവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഭയങ്കര കുറവാണ്. ചില സ്ഥലങ്ങളിൽ മൊത്തത്തിൽ 10 പേര് താഴെയുള്ളൂ സ്ത്രീകളുടെ പ്രാതിനിധ്യം UDFലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിലാണെങ്കിലും അത്രയും വരുന്നുള്ളൂ ഏകദേശം. കൊല്ലത്ത് മാത്രം കണ്ട് 2 സ്ത്രീകൾ മത്സരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ കളം പിടിക്കാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് നമ്മൾ നേരിട്ട് സംസാരിച്ച സമയത്തും
അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് തന്നെയാണല്ലോ. 10 വർഷത്തിനുള്ളിൽ 10 വർഷം ഞങ്ങൾക്ക് കാത്തിരിക്കാൻ സമയമില്ല. അതിന് മുമ്പ് അധികാരത്തിൽ കയറാൻ പറ്റുമെങ്കിൽ അതിന് മുന്നേ അധികാരത്തിൽ കയറാം. അപ്പൊ ആ ഒരു ഉദ്ദേശിച്ച ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവര് അതിലുള്ള സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. ഒരു പക്ഷേ ഇത്തവണയും സീറ്റ് കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ കണ്ടിന്യൂ ചെയ്യും അവര്. തുടർച്ചയായ പരിശ്രമം വിജയത്തിൽ എത്തിക്കുന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മളല്ലാതെ ഇവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വളരുന്നുണ്ട്. അത് കളിയാക്കലിലൂടെ ആണെങ്കിലും അവര് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇത്തവണ നമ്മൾ സംസാരിച്ചതുപോലെ വലിയ അബദ്ധങ്ങളൊന്നും അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല. വലിയൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഇതിൽ ഏതെങ്കിലും നേതാക്കളുടെ കയ്യിൽ ട്രോളാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് ലഭിച്ചിട്ടുണ്ട്. അഘോരികള് കൊണ്ടുവന്ന പക്ഷെ എന്നാൽ പോലും പക്ഷെ അദ്ദേഹം നൽകിയ ഇന്റർവ്യൂസോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ക്ലാരിറ്റിയോടുകൂടി. പിന്നെ അവർക്ക് വിജയിക്കാൻ വേറൊരു സാധനം പറഞ്ഞാൽ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള PR പ്ലാനും ഫണ്ടിങ്ങും ഉണ്ട്. അതൊരു പക്ഷെ അവർക്ക് കുറച്ചും കൂടെ ഫണ്ടിങ് ഉള്ളത് കൊണ്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇറക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് ആൾക്കാരിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ കിറ്റൊക്കെ ഇറങ്ങിയത്. സാരി എല്ലാം ഉണ്ട്. ഒന്നിലും പിന്നോട്ടല്ല. ആലപ്പുഴയിൽ സാരി, തൃശ്ശൂര് കിറ്റ്. ഇത് ലോക്സഭയിലും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ നമ്മള് പറഞ്ഞ പോലെ ജനങ്ങളുടെ മനസ്സ് ആരെങ്കിലും അറിയണമല്ലോ. സാരിയെങ്കിലും കൊടുത്തവര് ജീവിക്കട്ടെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരിക്കും. സാരി കൊടുത്ത് കിറ്റൊന്നും കൊടുത്തിട്ട് ജനങ്ങളെ വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത് കേരളത്തില് ജനങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റത്തിനുള്ള ആഗ്രഹമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് BJPക്ക് കൊടുത്തതിനെ കൊണ്ട് കാര്യം ഉണ്ടാകുമോ എന്ന് അവർ ആലോചിച്ചിട്ട് UDFനെ കുത്താം. അപ്പോഴും LDF ആണ് ഇവിടെ പ്രതിസന്ധിയിലാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് നാളോടുകൂടി കാര്യങ്ങൾ എന്തായാലും ജനങ്ങൾ വിധി എഴുതും. അത് കഴിഞ്ഞ് മെയ് ഈ പറഞ്ഞ നമ്മള് സംസാരിച്ചാല് നമ്മള് അനാലിസിസ് പിള്ളേരോ വളരോ മണ്ടനാണോ മാസാണോ എല്ലാം നമുക്ക് അറിയാം. നമുക്ക് നാളത്തോടുകൂടി ജനങ്ങൾ വിധി എഴുതും. നമുക്ക് ഒരു മാസം കൂടി കാത്തിരിക്കാം. മാസമില്ല, കാത്തിരിക്കാം എന്താണ് ജനങ്ങൾ പറയുക.